കഴിഞ്ഞ ദിവസം UDFന്റെ അതിശക്തമായ ഒരു വിജയത്തിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് അബിൻ വർക്കി എന്ന യുവ നേതാവ് തകർത്താടുന്നുണ്ട്. അവിടെ അബിൻ വർക്കി പറയുന്നത് ഭരണവിരുദ്ധ വികാരമൊന്നു മാത്രമാണ് UDFന്റെ വിജയത്തിന് കാരണമെന്നാണ്. സ്വാഭാവികമായും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള വികാരവും ഇതിന് കാരണമായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അപ്പുറത്തുണ്ടായിരുന്ന CPM നേതാവ് പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുകയാണ്. അന്നേരം അബിൻ വർക്കി പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇത്രയും മാസങ്ങൾ 3-4 മാസങ്ങളുണ്ട്, ആ മാസങ്ങൾ അത്രയും നിങ്ങൾ ഇത് തന്നെ പറയണം. അങ്ങനെയാവുമ്പോൾ ജനം ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന്, അതായത് പൊട്ടം കളിപ്പിക്കാൻ നോക്കണ്ട എന്നതായിരുന്നു ആ വർത്താനം. ഇനി ജനങ്ങൾക്ക് UDFന് ഒരു വിശ്വാസമുണ്ട്. ഭരണവിരുദ്ധ വോട്ടുകൾ മറ്റു പാർട്ടികളിലേക്ക് പോകാതെ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നത് ജനങ്ങൾക്ക് UDFിലുള്ള ഒരു വിശ്വാസം കൊണ്ടെന്നാണ് അബിൻ വർക്കി പറയുന്നത്. പിന്നെയോ വിലക്കയറ്റം, അത് കാരണം പൊറുതിമുട്ടിയ ജനങ്ങൾ, ആരോഗ്യ മേഖലയുടെ തകർച്ച, ക്രമസമാധാന നില തകർത്ത ഭരണം, തൊഴിലിടങ്ങളും വിദ്യാഭ്യാസ ഇടങ്ങളും നശിപ്പിച്ചത്, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണം എന്നിവയെല്ലാം സർക്കാരിനെതിരായ ജനവിധിക്കുള്ള കാരണങ്ങളായിട്ടും അബിൻ വർക്കി എടുത്തു പറയുകയും ചെയ്തു. അതുമാത്രവുമല്ല, UDF MLA-മാർക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ മാതൃകാപരമായ നടപടി എടുത്തു. എന്നാൽ സമാനമായ കേസുകൾ നേരിടുന്ന ഇടതുപക്ഷ MLA-മാർക്കും നേതാക്കൾക്കുമെതിരെ നടപടി എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ന്യൂസ് മുറിയിലിരുന്ന് CPM നേതാവിനോട് ചോദിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാനുണ്ടായിരുന്നില്ല. മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണക്കള്ള കേസിൽ പ്രതികളായ പത്മകുമാറിനെയും വാസുവിനെയും CPM ഇപ്പോഴും സംരക്ഷിക്കുന്നുവെന്നും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, എന്തുകൊണ്ട് പുറത്താക്കിയിട്ടില്ല എന്ന് ചോദിക്കുമ്പോഴും CPM നേതാവിന് അനക്കമില്ല. അടുത്തത്, പെൻഷനും മറ്റു സഹായങ്ങളും മേടിച്ച് ഷാപ്പിട്ട് ജനങ്ങൾ പറ്റിച്ചു എന്ന് പറയുമ്പോൾ ഇത് MM മണി അവരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തതാണോ എന്നാണ് ചോദിക്കുന്നത്. മൂന്നാറിലെ കയ്യേറ്റ ഭൂമി ഉൾപ്പെടെ വിറ്റ പണമൊക്കെ കൂട്ടിക്കൊണ്ടാണോ ഇത് കൊടുത്തത് എന്ന മറ്റു തലത്തിലേക്ക് കൂടെ അബിൻ വർക്കിയുടെ അഭിപ്രായ പ്രകടനം നിറഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത്. ഇവിടെ CPM ഭയങ്കരമായിട്ട് വിജയിച്ചു എന്നൊക്കെ വലിയ നരേറ്റീവുകൾ ഉണ്ടാക്കുന്നവരോട് അത്ര കണ്ട് വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എണ്ണി അക്കമിട്ട് ചില കണക്കുകൾ നിരത്തുന്നുണ്ട്. എന്താണെങ്കിലും ന്യൂസ് റൂമിൽ തകർത്താടിയ അബിൻ വർക്കിയുടെ ആ വീഡിയോ രംഗങ്ങൾ ഒന്ന് കാണാം. അത് ഭരണവിരുദ്ധ വികാരമുണ്ട്. സ്വാഭാവികമായി ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരായിട്ടുള്ള വികാരമുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ കൂടുതൽ UDFിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ള ഒരു കാരണവുമുണ്ട്. കാരണം എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിട്ടും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേട്ടും ആ വോട്ട് പോകാതെ കോൺഗ്രസിലേട്ടും ഐക്യജനാധിപത്യ മുന്നണിയിലേട്ടും തന്നെ വന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം UDFിലേട്ട് ആ ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ കാരണം ഈ കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആ സർക്കാരിനും എതിരായിട്ടുള്ള ജനവിധിയാണ്, അവർ കൈക്കൊണ്ട നയങ്ങളാണ്. ഇപ്പോൾ ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞു, ഒരു കാരണവശാലും ഭരണവിരുദ്ധ വികാരമില്ല എന്നും അത് തങ്ങൾ സമ്മതിക്കുന്നില്ല എന്നും അവരോട് പറയുകയുണ്ടായി. ഞങ്ങളുടെ ആവശ്യവും അത് തന്നെയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യരുത്, നിങ്ങളുടെ മുഖ്യമന്ത്രി തെറ്റാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയും ആവശ്യം. കാരണം ഒരു 5 മാസം കൂടെ അങ്ങനെ തന്നെ പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇതുപോലുള്ള ഒരു ഭരണം കൊണ്ട് മടുത്ത് മുടിച്ചിരിക്കുക എന്ന ഒരവസ്ഥയിലാണ്. കാരണം വിലക്കയറ്റം കാരണം പൊറുതിമുട്ടുന്ന ജനങ്ങളാണ്. ആരോഗ്യ മേഖലയിൽ ഒരു ആശുപത്രിയിൽ പോലും കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മുടിഞ്ഞിരിക്കുന്ന ജനങ്ങളാണ്. അതുപോലെ തന്നെ ക്രമസമാധാന നില തകർത്ത ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ്. ഈ നാട്ടിലെ തൊഴിലിടങ്ങളും വിദ്യാഭ്യാസ ഇടങ്ങളും നശിപ്പിച്ച സർക്കാരാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള, എന്ത് കുറ്റം ചെയ്താലും എന്ത് ചീത്ത ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഒരു ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ ഇവരൊക്കെ ഇത്രയും ദിവസം ഞങ്ങളുടെ MLA-യുടെ കാര്യം പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണമൊക്കെ നടത്തിയല്ലോ. ഞങ്ങൾ മാതൃകാപരമായിട്ട് നടപടിയെടുത്തിട്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ വിശദീകരണവുമായി വന്നത്. പക്ഷെ സമാനമായ കേസുകൾ നേരിടുന്ന ഇടതുപക്ഷത്തിലെ MLA ഇപ്പോഴും ഇവർ ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായ കേസുള്ള ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർക്കെതിരെ ഇവർ ഇതേവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതുമാത്രമല്ല, ശബരിമല പോലെ ഒരു പുണ്യമായ ക്ഷേത്രത്തിൽ, അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ അയ്യന്റെ സ്വർണം കട്ടവരെ ഇപ്പോഴും CPM സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം വേറെ എന്താണ് ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ ഒരു കാരണമായി വേണ്ടത്? കാരണം പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്, വാസു ഇപ്പോഴും CPM-ന്റെ അംഗമാണ്. ഇതേവരെ ഇരുവരെയും തള്ളി പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലുമില്ല. അപ്പോൾ ഇതുപോലുള്ള ചാരിത്ര പ്രസംഗങ്ങൾ CPM നടത്തുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനെതിരായിട്ട് വിധി എഴുതും എന്നുള്ള കാര്യം CPM മറന്നുപോയി എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ പുതിയ കാരണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് പുതിയ കാരണം? ശ്രീ MM മണി പറഞ്ഞ കാരണം പെൻഷനും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളും ഒക്കെ മേടിച്ച് ഷാപ്പിട്ടിട്ട്
ജനങ്ങൾ തങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകാത്തത് ശ്രീ എം എം മണിയെ പോലെയുള്ള ഇതുപോലുള്ള ആളുകളുടെ കുടുംബത്തിൽ നിന്ന്, ആ കുടുംബ സ്വത്തിൽ നിന്ന്, ആ മൂന്നാറൊക്കെ കയ്യേറി വിറ്റ കുടുംബ സ്വത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതൊന്നും അല്ലല്ലോ ജനങ്ങൾക്ക് കൊടുക്കുന്ന സഹായം. ജനങ്ങൾ പല അവസരത്തിലായി നികുതി കൊടുക്കുന്നു, ആ നികുതി തിരിച്ച് ജനങ്ങളിലേക്ക് പല സ്കീമായി തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്നിട്ട് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ പറയാണ് പ്രചരണത്തിൽ വളരെ പുറകെ പോയി, അതുകൊണ്ടാണ് തങ്ങൾ പിന്നോട്ട് പോയത് എന്നൊക്കെയാണ് ശ്രീ അരുൺകുമാർ പറയുന്നത്. എന്ത് പ്രചരണത്തിലാണ്? ഇവിടെ ഈ നാട് നീളെ സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ സർക്കാരുമാണ്. അതുമാത്രമല്ല, PR ആയിട്ട് മാധ്യമ മുറികളിൽ വരെ PR ഏജൻസികളെ കൊണ്ട്, ഓരോ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് പറയിക്കുന്ന എത്രയോ കള്ളത്തരങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ പല ചാനലുകളിലെയും 7 മണി ബുള്ളറ്റിൻ, 8 മണിയിലെ ചില വാഗ്വാദങ്ങൾ, നിങ്ങളുടെ കുറെ സംവാദങ്ങൾ, ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നല്ലേ എന്തോ ഒരു പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഇവിടെ 5000 വീടുകൾ മാത്രമാണ് 2011-16 കാലഘട്ടത്തിൽ UDFന്റെ കാലഘട്ടത്തിൽ ലൈഫിൽ കൊടുത്തത്. ഈ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ കൊടുത്തു. എത്ര പച്ചക്കള്ളമാണ് ഒരു ചാനൽ മുറിയിലൊക്കെ കയറി ചില പെയ്ഡ് PR-ന് വേണ്ടി ചില ആളുകൾ പറഞ്ഞത്. അതൊക്കെ ജനം തിരസ്കരിച്ചില്ലേ? കാരണം ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമായിരുന്നല്ലോ. 2011-16 കാലഘട്ടത്തിൽ 4.5 ലക്ഷത്തിലധികം വീടുകൾ കൊടുത്തുവെന്നും 2016 മുതൽ 2025 വരെയുള്ള ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കണക്കും പ്രകാരം, സർക്കാരിന്റെ കണക്കും പ്രകാരം 4.5 ലക്ഷം വീടാ കൊടുത്തിട്ടുള്ളൂ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യത്തിലാണ് ചില മാധ്യമ മുറികളിൽ കയറി ചില മാധ്യമ പ്രവർത്തകർ പച്ചക്കള്ളം പറയുന്നത്. പിന്നെ അങ്ങ് പറയുമല്ലേ 528 ബ്രാഞ്ച് സെക്രട്ടറിമാർ ഞങ്ങളെയൊക്കെ അങ്ങ് മൂക്കി കയറ്റി വലിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ വാഗ്വാദങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ ബോംബ് പൊട്ടിക്കാൻ കുറെ RDXമാര്, ഇങ്ങനെയൊക്കെ വന്ന് ഞങ്ങളെ തകർക്കാൻ എത്രയേറെ പെയ്ഡ് PR സംഘങ്ങൾ ഇറങ്ങി. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് യാതൊരു പണവും ഇല്ലാതെ, 9 കൊല്ലം ഭരണത്തിലില്ലാതെ, 15 കൊല്ലം കേന്ദ്രത്തിൽ ഭരണമില്ലാതെ, ഞങ്ങൾ സംഘടന, ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു കമ്മിറ്റ്മെന്റോടുകൂടിയ, ഹാർഡ് വർക്കോടുകൂടിയ ഒരു വിജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതോടൊപ്പം തന്നെയാണ് നിങ്ങളിപ്പോ BJPയുടെ കാര്യം പറയുന്നു. ശ്രീ MT രമേശ്, അദ്ദേഹം മുതിർന്ന BJP നേതാവാണ്. ഞാൻ വളരെ ബഹുമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ BJPക്കുണ്ടായ വളർച്ച എന്ന് പറയുന്ന നരേറ്റീവ് തന്നെ തെറ്റാണ്. കാരണം എന്താണ്? BJPയുടെ വളർച്ച എന്ന് പറഞ്ഞ് അവർ അവതരിപ്പിക്കുന്നത് എന്താ? ശ്രീ നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെ തന്നെ 2 കേന്ദ്രമന്ത്രിമാരും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു മൾട്ടി ബില്യണറായ സംസ്ഥാന പ്രസിഡന്റുമുള്ള ഒരു പാർട്ടി, കേരളത്തിലേക്ക് കുത്തൊഴുക്കുന്ന പണം, അത് മാത്രമല്ല കേന്ദ്ര സംവിധാനങ്ങൾ, അന്വേഷണ ഏജൻസികൾ, ഇവരെല്ലാവരും ചേർന്ന് നയിച്ച ഒരു പടപ്പുറപ്പാടിൽ കേരളത്തിലെ BJPക്ക് എന്ത് നേടാൻ സാധിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? അവർക്ക് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ 242 വാർഡ് സീറ്റുകൾ ജയിച്ചതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ വലിയ മുന്നേറ്റത്തിന്റെ ഘടകം? ഇല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കേവലം 17 സീറ്റുകൾ അധികമായി ലഭിച്ചതാണോ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ മുന്നേറ്റത്തിന്റെ ഘടകം? ഇല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 2-ൽ നിന്ന് 1 കുറഞ്ഞതാണോ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ഘടകം? അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 320 സീറ്റിൽ നിന്ന് 324, 4 മുനിസിപ്പൽ കൗൺസിലർമാരെ അധികമായി വിജയിപ്പിച്ചതാണോ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ഘടകം? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ BJP കോർപ്പറേഷൻ, സ്വാഭാവികമാണ് 35 സീറ്റ് BJPക്ക് കഴിഞ്ഞ തവണയും ഉണ്ട്, 2015-ലും ഉണ്ട്. അതവർ 45 ആക്കി. കാരണം CPMന്റെ മൃഗീയമായ വോട്ടിന്റെ വീതം BJPയിലേക്ക് പോയി. BJPയുടെ വോട്ട് അത് നമുക്കറിയാലോ, ചുവപ്പ് നരച്ചാൽ കാവിയാണ് എന്നുള്ളത് ഒരു ഉപമയായി പറയുന്നതാണെങ്കിലും അത് തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അങ്ങനെ BJPയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പോയി എന്നൊക്കെ പറയുമ്പോൾ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ കിട്ടുമ്പോൾ പന്തളം പോവുകയാണെന്നേ, കൊടുങ്ങല്ലൂരിൽ സീറ്റിന്റെ എണ്ണം കുറയുകയാണെന്നേ, പാലക്കാട് സീറ്റിന്റെ എണ്ണം കുറയുകയാണെന്നേ, ആവണിശ്ശേരി പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോവുകയാണെന്നേ. അപ്പൊ എന്ന് പറഞ്ഞാൽ BJPക്ക് നിങ്ങൾ കൽപ്പിക്കുന്ന ഈ നരേറ്റീവിലുള്ള ഒരു മുന്നേറ്റവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൂടി പ്രിയപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനം ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തു. ആ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യുമ്പോൾ അവർ അർപ്പിച്ച വിശ്വാസം UDFൽ മാത്രമാണ്. UDFന് പല കുഴപ്പങ്ങളുണ്ട്, പല പോരായ്മകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളെ പറ്റിക്കില്ല എന്നൊരു വിശ്വാസം UDFൽ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതുകൊണ്ട് എന്തൊക്കെ നരേറ്റീവുകൾ സൃഷ്ടിക്കപ്പെട്ടാലും, എന്തോരം പെയ്ഡ് ക്യാമ്പയിനുകൾ വന്നാലും അതിനെയൊക്കെ വകഞ്ഞു മാറ്റി സർവൈവ് ചെയ്ത് ജനങ്ങൾ UDFനെ ജയിപ്പിക്കുമെന്നുള്ളത് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസമാണ്. അത് ഞങ്ങൾ ഒരു ഉത്തരവാദിത്തമായി കാണുന്നു. ഞങ്ങൾ ഒരിക്കലും ഈ വിജയത്തിൽ അഹങ്കരിക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് മുൻകാലങ്ങളിലെ പാഠങ്ങളുണ്ട്. പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റി ഞങ്ങൾ മുന്നോട്ട് പോകും.